ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് ചാപ്റ്റർ 4 ആണ്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കോഡിനെയാണ്. കോഡാണെങ്കിൽ ആ ഒരു 10 ടൈൽസിൻ്റെ അടുത്ത് 10 ടൈൽസിൻ്റെ ഒരു കുഴി ഉണ്ടല്ലോ, അതിനകത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ബൊറൂട്ടോയാണ്. ബൊറൂട്ടോയാണെങ്കിൽ നമ്മുടെ കോഡിൻ്റെ പുറകിൽ ഇങ്ങനെ വന്ന് കോഡിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോഡാണെങ്കിൽ ഇതൊന്നും കാണുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബൊറൂട്ടോയാണ്. ബൊറൂട്ടോയാണെങ്കിൽ ആ ഒരു കവാക്കിയുടെ അടുത്ത് നിന്നിട്ട് അവർ ടോഡിനോട് പറയുന്നില്ല, അതാണ് കാണിക്കുന്നത്. അന്നേരം കവാക്കി ഇങ്ങനെ പറയാണ്, ഇവനെന്തായി ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇവൻ ആരോടെ സംസാരിക്കുന്നതെന്നൊന്നും ഈ കവാക്കിക്ക് മനസ്സിലായില്ല. കാരണം ടോഡ് ഇവൻ്റെ ആ ഷർട്ടിൻ്റെ ഇടയിലാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കവാക്കിക്ക് ആരെ വർത്തമാനം പറയുന്നതെന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ അവിടെ ഫയർ റേസിംഗ് ജിപ്സി ഉപയോഗിച്ചിട്ട് അവിടുന്ന് പറന്നും പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ കവാക്കി ആണെങ്കിൽ അവിടെ സർപ്രൈസ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കവാക്കിയാണ് കാണിക്കുന്നത്. കവാക്കി ആണെങ്കിൽ നേരെ നമ്മുടെ കോഡിനെയാണ് കാണിക്കുന്നത്. കോഡാണെങ്കിൽ ആ ഒരു 10 ടൈൽസിനടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ബൊറൂട്ടോ അങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് കോഡിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒന്നും തിരിയുന്നില്ല. അതിന് നമ്മുടെ ബൊറൂട്ടോ ചോദിക്കുന്നുണ്ട്, വേറെ 10 ടൈലിൽ നിന്നും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെ പോയി 10 ടൈലിൽ നിന്നൊക്കെ നമ്മുടെ കോഡിനോട് ചോദിക്കുമ്പോൾ കോഡ് പറയാണ്, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, നീ എന്താ ചെയ്ത ബൊറൂട്ടോ എന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടോ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല, എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നിനക്ക് ഇത്രയും സമയം ഉണ്ടായിരുന്നു, നീ ഇത്ര നേരമായിട്ട് ഒന്നും ചെയ്തില്ല, നിനക്കിതിനെപ്പറ്റി എന്നാന്ന് പോലും അറിയത്തില്ല. അന്നേരം നമ്മുടെ അപ്പുറത്തിരുന്ന് ആ ഒരു ഡയമെൻഷനിലുള്ള ഒരു സംഭവമില്ലേ, ഒരു കോട്ട പോലത്തെ, അതിൻ്റെ മുകളിലാണെങ്കിൽ ആ ഒരു ബഗ് ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ കോഡും അതുപോലെ തന്നെ ബൊറൂട്ടോ ആണെങ്കിൽ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കോഡും ബൊറൂട്ടോ ആണെങ്കിൽ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബൊറൂട്ടോ ചോദിക്കുകയാണ് നമ്മുടെ കോഡിനോട്, കോഡ് ഇത് നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഗ് അല്ലേന്ന് ചോദിക്കുമ്പോൾ കോഡ് പറയാണ്, അതെ, ആ ഒരു ബഗ്ഗാണെങ്കിൽ അടുത്തുള്ള ഒരു ട്രീയുടെ മുകളിൽ ട്രാപ്പായി കിടക്കുകയാണ്. അതെല്ലാം കണ്ടിട്ട് ഇവർക്ക് ഭയങ്കര രീതിക്ക് തന്നെ അത്ഭുതമായിട്ട് നിൽക്കുകയാണ്. അതേ സമയമാണെങ്കിൽ ആ ഒരു ബഗ്ഗാണെങ്കിൽ നമ്മുടെ ബൊറൂട്ടോനെ ഒറ്റ അറ്റാക്ക് അങ്ങ് ചെയ്യുന്നത്. അറ്റാക്ക് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. നമ്മുടെ ബൊറൂട്ടോ അങ്ങ് തെറിച്ചങ്ങോട്ട് പോവുകയാണ്. ബൊറൂട്ടോ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന എത്രയൊക്കെ പിടിച്ചു നിന്നു, പക്ഷേ നടന്നില്ല. ബൊറൂട്ടോ അങ്ങ് അവിടെ തെറിച്ച് വീണ് കിടക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ അവരെന്തൊക്കെയൊക്കെ ജിപ്സി ഉപയോഗിച്ചിട്ട് അവിടെ നിർത്തുമ്പോൾ അന്നേരത്തേന് നമ്മുടെ ബഗ്ഗില്ലേ, ബഗ്ഗിൻ്റെ കൈ ഒരു വലിയൊരു പോലെയായിട്ട് നമ്മുടെ ബൊറൂട്ടോനെ ആണെങ്കിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്കിൽ ബൊറൂട്ടോ എങ്ങനെയോ രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബഗ്ഗിനാണ്. ബഗ്ഗാണെങ്കിൽ അവൻ്റെ കൈ ഭയങ്കര രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്തിട്ടാണ് ബൊറൂട്ടോയ്ക്ക് അടിച്ചത്. എന്നിട്ടും ബൊറൂട്ടോ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അതിനുശേഷം നമ്മുടെ കോഡിനെ ആണെങ്കിൽ ബൊറൂട്ടോ തള്ളി അങ്ങോട്ട് വിടുന്നുണ്ട്. ആ ഒരു തള്ളന് കോഡാണെങ്കിൽ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അത് കോഡാണെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ ആ ഒരു ബഗ്ഗിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ആ ഒരു ബഗ് ഇങ്ങനെ ബൊറൂട്ടോനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആ ബഗ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹോട്സുസുക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഹോട്സുസുക്കി ബൊറൂട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ നിൽക്കുമ്പോൾ അടുത്തായിട്ട് ആണെങ്കിൽ നമ്മുടെ കോഡാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അതിശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബൊറൂട്ടോ പറയുന്നുണ്ട്, കോഡ് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല, ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ടൊരു കോഡിനാണെങ്കിൽ ഭയങ്കര ഇരിക്കുന്ന അത്ഭുതം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കോഡാണെങ്കിൽ ആ ഒരു ഒച്ച കേട്ട് ചാക്രാന്ന് മോളിൽ നിന്നൊരു സൗണ്ട്. കോഡും ബൊറൂട്ടോ നോക്കുമ്പോഴാണെങ്കിലോ ഒരു പുതിയൊരു ക്യാരക്ടറും കൂടെ ഈ ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആളുടെ പേര് നോക്കുകയാണെങ്കിൽ ജൂറ എന്നാണ്. ഇതാണ് ഈ ഒരു കഥാപാത്രം, മെയിൻ വില്ലൻ. ഈ ജൂറയാണെങ്കിൽ നമ്മുടെ ബൊറൂട്ടോന് അതുപോലെ തന്നെ കോഡിനെ നോക്കിയിട്ട് ചാക്ര എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടിട്ട് ബൊറൂട്ടോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കോഡിനുമാണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇയാളെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ കോഡാണെങ്കിൽ ഭയങ്കര രീതിക്ക് തന്നെ സർപ്രൈസ് ആകുന്നുണ്ട്. മനുഷ്യനാണെങ്കിൽ നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇങ്ങനെ ആ ഒരു കാഴ്ചയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ആ ഒരു
ജൂറ എന്ന് പറഞ്ഞ ആളില്ലേ, ആ ഒരു വില്ലനാണെങ്കിൽ ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ ഹായ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയാണ് ഉസുമാക്കി ബൊറൂട്ടോ എന്നും പറയാണ്. ഉസുമാക്കിയല്ല, സോറി, ഒറ്റ്സുസുക്കി. അതിനുശേഷം കോഡിനോട് പറയാണ്, കോഡ് നീയാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത്, നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അടുത്തതായിട്ട് ഒരു വില്ലത്തി കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്യാരക്ടറിന്റെ പേരാണ് മട്സൂരി. ഇതും നമ്മുടെ കോഡിനോട് പറയുന്നുണ്ട്, കോഡ് നീ വെറുതെ പൊട്ടത്തരം കാണിച്ച് ഞങ്ങളെ ഇവിടെ നീ തന്നെ കൊണ്ടുവന്നല്ലോ, എന്തൊരു തമാശയാണിത്, കോഡ് എന്ന് പറയുകയാണ്. അതേസമയം നമ്മുടെ ഹിഡാരി ആണെങ്കിൽ നമ്മുടെ ബൊറൂട്ടോനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഹിഡാരി ആ ഒരു ഹുഡിയുടെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മുടെ ബൊറൂട്ടോയ്ക്ക് ഹിഡാരിനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ടോഡ് പറയാണ് ഇത് നമ്മുടെ സാസ്കിനെ പോലെയൊക്കെ ഉണ്ടെന്ന് പറയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹൊക്കാഗെ മാൻഷനാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഷിക്കമാറു, അതുപോലെ തന്നെ നമ്മുടെ കവാക്കിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ പറയാണ് നമ്മുടെ കവാക്കി പറയാണ് ബൊറൂട്ടോ എങ്ങോട്ടോ ഫ്ലൈ ചെയ്ത് എങ്ങോട്ടോ പോയിട്ടുണ്ട്, ആരോടോ അവൻ വർത്താനം പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അവൻ കോഡായിരിക്കും വർത്താനം പറഞ്ഞതെന്ന്. അവനെങ്ങോട്ടോ എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിന്നപ്പോൾ വേഗം അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറിനെയാണ് സാറിൻ്റെ പറയാണ് ഇല്ല ബൊറൂട്ടോ അവൻ്റെ കൂടെ എന്തായാലും പോകത്തില്ലെന്ന് പറയാണ്. അത് കേട്ട് നമ്മുടെ കവാക്കി പറയാണ് നീ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറയാണ്. അത് കേട്ടിട്ട് നമ്മുടെ സാറിലേക്ക് നല്ല രീതിക്ക് തന്നെ ദേഷ്യം വരികയാണ്. സാറിന് പറയാണ് കവാക്കി നീ ഓവറാവുന്നുണ്ട്, നീ അന്നേരം പറയാണ് കവാക്കി ഞാനിവിടുത്തെ സെവൻത്ത് ഹൊക്കാഗെ കൊന്ന ആ ഒരു ഓട്സുസുക്കിനെ വെറുതെ വിടില്ല, ഞാൻ ഈ ലോകം ഓട്സുസുക്കികളെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് കവാക്കി നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ സാറിനെ ചോദിക്കുന്നുണ്ട് അപ്പം നീയും ഒരു ഓട്സുസുക്കി അല്ലേ, അപ്പം നീയും ഈ ലീഫ് വില്ലേജ് വിട്ട് പോകണ്ടെന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ കവാക്കി പറയുകയാണ് അതെ, എന്നാലും ഞാൻ നല്ലൊരു ഓട്സുസുക്കിയാണ്, ബൊറൂട്ടോനെ ഞാൻ എന്തായാലും കൊല്ലും, അവന് കൺട്രോൾ ചെയ്യാൻ പോലും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവനെ എന്തായാലും കൊല്ലണം, അത് സെവൻത്ത് ഹൊക്കാഗെ കൊന്നാനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവിടുന്ന് വഴക്കിടുകയാണ്. അത് കേട്ട് സാറിനേക്കാണെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വന്നിട്ട് ആദ്യം നീ ഇവിടുന്ന് പോകാൻ പറയുകയാണ് നമ്മുടെ സാറിന്. അത് കേട്ടിട്ട് കവാക്കി അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മുന്നോട്ട് നമ്മുടെ ഷിക്കമാറുവിനാണ്. ഷിക്കമാറു ആണെങ്കിൽ ഇവരെ പേടിപ്പിച്ച് നിർത്താണ്, നിങ്ങളെന്തിനാണ് ചുമ്മാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ 4 ക്യാരക്ടേഴ്സിനെയാണ് കാണിക്കുന്നത് പുതിയതായിട്ട് വന്ന. ഇവരെ വിളിക്കുന്നതാണ് ഷിൻജൂസ്. പക്ഷേ ഇവർ ഈ ഷിക്കമാരു ഒന്നും ഇതിനെപ്പറ്റിയൊന്നും അറിയുന്നില്ല. അതേസമയം നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ സോഡും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയമാണെങ്കിൽ ആ ഒരു ഇതില്ലേ എന്നതിൻ്റെ പേര് കോഡാണെങ്കിൽ ബൊറൂട്ടോ അടിക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുവാണ്. അത് നമ്മുടെ ബൊറൂട്ടോ പറയുന്നുണ്ട് നിനക്ക് ഇത്ര നേരമായിട്ട് എന്താന്ന് പോലും മനസ്സിലായില്ലെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ കോടും ബൊറൂട്ടോയും ഇതിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ ആ സാസ്കിനെ പോലത്തെ ആ ഒരു ഇതില്ലേ ഹിഡാരി, അവൻ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ബൊറൂട്ടോ എങ്ങനെയൊക്കെ അവിടുന്ന് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. അതേസമയമാണെങ്കിൽ നമ്മുടെ കോഡാണെങ്കിൽ അവൻ്റെ നേരെ പോയി നിന്നിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കോഡ് എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. അന്നേരം തന്നെ നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ റെസ്ലിംഗ് എന്നും പറഞ്ഞിട്ട് മുകളിലോട്ട് പറന്നു പോയിട്ട് ഒരൊറ്റ അടി അടിക്കുകയാണ്. ആ ഒരടിയിലാണെങ്കിൽ നമ്മുടെ ജൂറ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ജൂറ അതുപോലെ തന്നെ ആ മട്സൂരി എന്ന് പറഞ്ഞ പെണ്ണും ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആ ബഗ്ഗാണെങ്കിൽ നമ്മുടെ ബൊറൂട്ടോനെ ബൊറൂട്ടോനാണെങ്കിൽ പിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബൊറൂട്ടോ എങ്ങനെയൊക്കെ അതിൽ നിന്ന് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ബഗ് വിട്ടുകൊടുക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന മട്സൂരി ആണെങ്കിൽ ബൊറൂട്ടോ നീ ഭയങ്കര ടയർഡായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആ മറ്റേ ഇതില്ലേ ബഗ്, അവൻ നമ്മുടെ ബൊറൂട്ടോനെ ഒരു വലിയൊരു കല്ലും കൂട്ടത്തിൽ ബ്ലോക്ക് ചെയ്ത് പിടിപ്പിച്ചു. നേരത്തെ നമ്മുടെ കോഡ് ഒരു ക്ലോ മാർക്സ് ആക്കിയിട്ട് അതിലൂടെ രക്ഷപ്പെടുകയാണ്. അതിനുശേഷം നമ്മുടെ ബൊറൂട്ടോ ആണ് കാണിക്കുന്നത്. ബൊറൂട്ടോ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന്
എസ്കേപ്പ് ആവുന്നുണ്ട്. എന്നാലും ബൊറൂട്ടോയ്ക്ക് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ബൊറൂട്ടോ എങ്ങനെ എസ്കേപ്പ് ചെയ്ത് ഒരു മരത്തിൻ്റെ അടി വന്നിട്ടിരിക്കുകയാണ്. ആ മരത്തിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ മുകളിൽ ആരെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാസ്കീനെയാണ്. അടുത്താണെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടറിൽ തന്നെ പേരെനിക്ക് മറന്നുപോയി, പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ നമ്മുടെ സാസ്കീനെയാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. ആ സാസ്കി ഒരു ഡിവൈൻട്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രീ ആയിട്ട് മാറിയേക്കുകയാണ്. അതിൻ്റെ താഴെയാണ് നമ്മുടെ ബൊറൂട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.